ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പ്ലസ് ടുവിലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്ലേഷൻ എന്നുള്ള പാർട്ടാണ് പഠിക്കാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ഇതിൽ എക്സാം വൈസ് നോക്കുമ്പോഴും ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് ചില കൺഫ്യൂഷനിലേക്ക് കാരണമാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ് ഫ്രം പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ പ്രസൻറ്റ് ഓൺ mRNA. അതായത് നമ്മുടെ mRNAയിലുള്ള ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് അമിനോ ആസിഡിൻ്റെ പോളിമറൈസേഷൻ, അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ അമിനോ ആസിഡിൻ്റെ പോളിമറൈസേഷൻ നടക്കുന്നത്? പ്രോട്ടീൻസിൽ നിന്നും. ഫ്രം ദ പ്രോട്ടീൻസ്, പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ് ഫ്രം പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ പ്രസൻറ്റ് ഓൺ mRNA. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നത് mRNAയിൽ നിന്നാണ്. ഇത് നമുക്കറിയാം, ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സ് ഓൾവേസ് നടക്കുന്നത് ഇവിടെ നിന്നാ നമ്മുടെ ന്യൂക്ലിയസിൽ വെച്ചിട്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഒരു സെല്ലുലാർ ഓർഗനല്ലേ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ പോളിമറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഗനല്ലേ, സെല്ലുലാർ ഓർഗനല്ലേനാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റൈബോസോം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റൈബോസോം ഈസ് മേഡപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് RNA. റൈബോസോമൽ RNAയും പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ടാണ് റൈബോസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ RNA പ്രസൻറ്റ് ഇൻ റൈബോസം ആക്ട് ആസ് എൻസൈം ഫോർ ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ ഫോർമേഷന് വേണ്ടി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ റൈബോസോമിലുള്ള റൈബോസോമൽ RNA ആണ് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞു. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മുത്തുമാലയിൽ മുത്തുകൾ ഇങ്ങനെ കോർത്ത് വെക്കുന്ന പോലെ അമിനോ ആസിഡിൻ്റെ ഒരു ഒരു ചെയിനാണ് ഈ പറയുന്ന പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത്. പോളിപെപ്റ്റൈഡ് ചെയിൻ, അമിനോ ആസിഡിൻ്റെ പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള രണ്ട് അമിനോ ആസിഡുകൾക്കിടയിലുള്ള ഒരു ബോണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? പെപ്റ്റൈഡ് ബോണ്ട്. ബോണ്ട് ബിറ്റ്വീൻ ടു അമിനോ ആസിഡ് ഈസ് കോൾഡ് ദ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ഈ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈബോസോമൽ RNA ഒരു ഫംഗ്ഷൻ പറഞ്ഞു. അപ്പോൾ ഈ പെപ്റ്റൈഡ് ബോണ്ട് ടു അമിനോ ആസിഡുകൾക്കിടയിലുള്ള ഈ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റൈബോസോമൽ RNA ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. റൈബോസോമിന് വേണ്ട ഈ mRNA ബേസ് ചെയ്തിട്ട് അവിടേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരണം, അല്ലേ? റൈബോസോമിന് വേണ്ട mRNA ഇവിടേക്ക് ബേസ് ചെയ്തിട്ട് അവിടേക്ക് അമിനോ ആസിഡിനെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആരുടെ ഒരു ഹെൽപ്പില്ലാണ്ട് ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് പഠിച്ചാൽ മാത്രമേ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റൂ, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പറഞ്ഞുതരാം. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് യൂസ്ഡ് ബൈ വിച്ച് സെൽസ് പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദ സീക്വൻസ് പ്രസൻറ്റ് ഇൻ mRNA, അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും കോഡോൺസ്. കോഡോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ജനറ്റിക് കോഡ് എന്ന് എങ്ങനെയാണ് വന്നത് എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്തത് ജോർജ് ഗ്യാമോ എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് who argued that since there are നമുക്കറിയാം അവിടെ 4 ബേസസ് മാത്രമേ ഉള്ളൂ, അല്ലേ? 4 ബേസസ്: അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമീൻ. അപ്പോൾ RNAയുടെ കേസിലാണെങ്കിൽ തൈമീന് പകരം അവിടെ യുറാസിലായിരിക്കും. അപ്പോൾ ഈ 4 ബേസസ് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മതിയാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്വൻസ് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോമ്പിനേഷൻ ഓഫ് ബേസസ് അവിടെ വേണമെന്ന് മനസ്സിലാക്കി. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ബേസസ് 4:1 4:1 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 ബേസസ് കൊണ്ട് ഒരിക്കലും അത് സാധ്യമാവില്ല. അപ്പോൾ 4:2 എടുത്തു. 4:2 എടുത്താൽ എത്ര മാത്രമേ കിട്ടുള്ളൂ? ഓൺലി 16 കോഡോൺസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതും നമുക്ക് പോരാ, നമുക്ക് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അങ്ങനെയാണ് 4:3 എന്നുള്ള ഒരു
കോഡിലേക്ക് ഒരു കൺസ്ട്രക്ഷനിലേക്ക് വന്നത് 4:3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കോഡോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും? 4:3 എന്ന് പറയുമ്പോൾ 16 × 3 ദാറ്റ് ഈസ് 64 കോഡോൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ കോഡോൺ ഒരു ട്രിപ്ലറ്റ് കോഡോൺ എന്നുള്ള ഒരു ആശയം അവിടേക്ക് വന്നത്. അപ്പോൾ കോഡോൺസ് ഇൻ വേരിയസ് അമിനോ ആസിഡ്, ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡോൺസ് ആണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡ് ഈ ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളാണ്. കാരണം നമുക്കറിയാം ഏതൊക്കെ കോഡോൺസ് ആണുള്ളത്, ഏതൊക്കെ അമിനോ ആസിഡ് ആണെന്നുള്ളത്. ഫസ്റ്റ് ഇങ്ങനെ എഴുതാം, UCAG എന്നുള്ള ഒരു സീക്വൻസിൽ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാം. UCAG, U ഫോർ യുറാസിൽ, C ഫോർ സൈറ്റോസിൻ, A ഫോർ അഡിനിൻ ആൻഡ് G ഫോർ ഗ്വാനിൻ. ആ ഒരു ബേസ് ആ ഒരു ഓർഡറിൽ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം? യു എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുക. സെക്കൻഡ് പൊസിഷനിൽ വരുമ്പോൾ UCAG അങ്ങനെ മാറി കൊടുക്കുക. തേർഡ് പൊസിഷനിൽ ഇവിടെ നിന്ന് എടുക്കാം. കണ്ടു എൻ്റെ മൗസ് പോകുന്ന കണ്ടോ? ഈ ഒരു പൊസിഷൻ, അതായത് ഫസ്റ്റ് പൊസിഷൻ യു ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ഇവിടെ നിന്ന് ഫസ്റ്റത്തെ എടുക്കാം യു എടുക്കാം, തേർഡ് പൊസിഷൻ ഇവിടെ നിന്ന് യു എടുക്കാം. ഫസ്റ്റത്തെ ഒരു അമിനോ ആസിഡ് നമുക്ക് കിട്ടും യു ഫീനൽ അലാനിൻ. രണ്ടാമത്തെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷൻ യു എടുത്തു, രണ്ടാമത്തെ പൊസിഷനും യു എടുത്തു, മൂന്നാമത്തെ പൊസിഷൻ സി എടുക്കുന്നു ഇവിടെ നിന്ന്. അപ്പോൾ നെക്സ്റ്റും ഫീനൽ അലാനിനാണ്. നെക്സ്റ്റ് ലൂസിൻ, LU എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ലൂസിൻ എന്നുള്ള അമിനോ ആസിഡാണ്. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷൻ യു, രണ്ടാമത്തെ പൊസിഷൻ യു, തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് എ വന്നു, UA. ഫോർത്ത് വൺ വരുന്നത് യു, ഫസ്റ്റ് പൊസിഷൻ യു, സെക്കൻഡ് പൊസിഷൻ ഇവിടെ നിന്ന് നമ്മൾ യു എടുക്കുന്നു, തേർഡ് പൊസിഷനിൽ എന്തെടുക്കുന്നു? G എടുക്കുന്നു. അപ്പോൾ G എന്നുള്ള അമിനോ ആസിഡ് നമുക്ക് കിട്ടുന്നു. അതും ലൂസിൻ എന്നുള്ള അമിനോ ആസിഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു ടേബിൾ നമുക്ക് 64 കോഡോൺസ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ഈ കോഡോൺ ഈസ് ട്രിപ്ലറ്റ് നമ്മൾ പറഞ്ഞു, 3 കോഡോൺസ് ഒന്നിച്ചെഴുതുമ്പോൾ അതൊരു ട്രിപ്ലറ്റായി മാറും. അതായത് 64 അമിനോ ആസിഡിനെ നമുക്ക് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ജോർജ് ഗ്യാമോ എന്നുള്ള സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ ട്രിപ്ലറ്റ് കോഡ് എന്ന് പറയുന്നത്. ദ കോഡോൺ ഈസ് ട്രിപ്ലറ്റ് ആൻഡ് 61 കോഡോൺ. ഈ 64 അമിനോ ആസിഡ് 64 കോഡോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 64 കോഡോൺസിൽ ഈ 61 കോഡോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് 61 കോഡോൺസ് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള 3 എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള 3 എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്. അവ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. ആ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്ത കോഡോൺസ് ആയതുകൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. ഇതിലുള്ള സ്റ്റോപ്പ് കോഡോൺസ് ആണ് UAA, UAG, UGA. പിന്നെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം. ഇവിടെ ഒരു സ്റ്റാർട്ട് കോഡോൺ കൂടിയുണ്ട്. സ്റ്റാർട്ട് കോഡോൺ ഓൾവേസ് മെഥിയോണിൻ, AUG എന്നുള്ള കോഡോൺ കൊണ്ട് സൂചിപ്പിക്കുന്ന മെഥിയോണിൻ എന്നുള്ള അമിനോ ആസിഡ് ഇത് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സം അമിനോ ആസിഡ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ, ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. ഒന്നുമില്ല, സിമ്പിളാണ്. ഡീജനറസി എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സം അമിനോ ആസിഡ്, ഇപ്പോൾ ഫീനൽ അലാനിൻ തന്നെ നമുക്ക് എടുക്കാം. ഈ ഫീനൽ അലാനിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കോഡോൺസ്, വ്യത്യസ്ത തരത്തിലുള്ള കോഡോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. UUUയും UUCയും ഫീനൽ അലാനിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ സം അമിനോ ആസിഡ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ കൊണ്ട് ഒരേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവാം ലൂസിൻ എന്നുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കോഡോൺസ് ആണ് യൂസ് ചെയ്തത്? UUA, UUG, CUU, CUC, CUA, CUG. ഈ എല്ലാ കോഡോൺസും ലൂസിൻ എന്ന് പറഞ്ഞ ഒറ്റ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് കോൾഡ് ദ ഡീജനറസി. സം അമിനോ ആസിഡ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ, ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് ദ കോഡോൺ റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ ആൻഡ് ദർ ആർ നോ പങ്ക്ച്വേഷൻ. ഇതിനിടയ്ക്ക് എന്തില്ല? പങ്ക്ച്വേഷൻസ് ഇല്ല, കുത്തും കോമയൊന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് കോഡ് ഈസ് ഓൾവേസ് യൂണിവേഴ്സൽ. അല്ലെ, ബാക്ടീരിയ തൊട്ട് ഹ്യൂമൻസ് വരെ ഈ ഒരു ഫീനൽ അലാനിനെ കോഡ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്. ആ ഒരു UUU എന്ന് കോഡ് ചെയ്യുന്നത് ഫീനൽ അലാനിനെ മാത്രമാണ്. അതിപ്പോൾ ബാക്ടീരിയയിലായാലും ശരി, ഹ്യൂമൻസിലാണെങ്കിലും ശരി, അത് കോഡ് ഫോർ ഫീനൽ അലാനിൻ തന്നെയാണ്. പക്ഷേ അവിടെ ചില വ്യതിയാനങ്ങളുണ്ടാവും. എപ്പോൾ എന്ന് വെച്ചാൽ
മൈറ്റോകോൺട്രിയ ചില പ്രോട്ടോസോവൻ മൈറ്റോകോൺട്രിയ കോഡോൺസിൽ മാത്രം ചില വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതർവൈസ് ഇറ്റ് ഈസ് ഓൾവേസ് യൂണിവേഴ്സൽ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് AUG എന്നുള്ള കോഡോൺ ആണ്. അത് മെഥിയോണൈൻ എന്നുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഹോർമോൺ ആണെന്നും കൂടി പറഞ്ഞു. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് വരാം? ഇവിടെ നമുക്ക് ജനറ്റിക് കോഡിലെ മ്യൂട്ടേഷൻസ് ആൻഡ് ജനറ്റിക് കോഡ് കൂടി പഠിക്കാനുണ്ട്. അവിടെ പ്രധാനമായി വരുന്നത് 2 മ്യൂട്ടേഷൻസ് ആണ് ഉള്ളത്. പോയിൻ്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. പോയിൻ്റ് മ്യൂട്ടേഷൻ പറയുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിംഗിൾ പെയറിലായിരിക്കും അവിടെ ജീൻ ആൾട്രേഷൻ വരുന്നത്. അതായത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ ഗ്ലൂട്ടാമേറ്റ് വാലിനായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഡിസീസിനെ നമുക്ക് എന്ത് പറയാം? സിക്കിൾ സെൽ അനീമിയ എന്ന പേരിൽ പറയുന്നുണ്ട്. അത് പോയിൻ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളാണ്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണെങ്കിൽ മോർ ദാൻ 1 ബേസസ് അല്ലേ, ഒന്നിൽ കൂടുതൽ ബേസസിൽ ആൾട്രേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ കോഡോൺ ട്രിപ്ലറ്റ് ആണെന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ജോർജ് ഗ്യാമോ എന്നുള്ള സയൻറ്റിസ്റ്റ്. ഹർഗോബിന്ദ് ഖൊറാനാൾ എന്നുള്ള സയൻറ്റിസ്റ്റ് സെൽഫ് ഫ്രീ സിന്തസിസ് ഓഫ് RNA കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു സയൻറ്റിസ്റ്റ് കൂടിയുണ്ട്, മാർഷൽ നീറൻബർഗ്. സെൽഫ് ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് കണ്ടെത്തിയത് മാർഷൽ നീറൻബർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. ആ 3 കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ലേഷൻ അല്ലേ. ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കണം. എന്താണ് tRNA? tRNA എന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്റർ മോളിക്യൂളാണ്. tRNAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ RNA ആണ്. അതൊരു അഡാപ്റ്റർ മോളിക്യൂളാണെന്ന് ഓർത്ത് വെക്കുക. tRNA ഒരു അഡാപ്റ്റർ മോളിക്യൂളാണ്. അപ്പോൾ tRNA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് അല്ലേ, ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് ക്യാരിയേഴ്സ് ഓഫ് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് tRNA എന്ന് പറയുന്നത്. tRNAയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ആൻറ്റികോഡോൺ ലൈക്ക് ഒരു ക്ലോവർ ലീഫ് ലൈക്ക് മോഡലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് tRNA. tRNA ഒന്നുകൂടി ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, സൊല്യൂബിൾ RNA അല്ലെങ്കിൽ sRNA എന്നുള്ള പേരിൽ കൂടി ആരറിയപ്പെടുന്നുണ്ട്? tRNA അറിയപ്പെടുന്നുണ്ട്. tRNA എന്ന് പറയുന്നത് സൊല്യൂബിൾ RNA ആണ്. ജനറ്റിക് കോഡ് പോസ്റ്റുലേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ tRNA പറ്റിയിട്ടും ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അഡാപ്റ്റർ മോളിക്യൂളാണ് ഇതെന്ന് പറയാം. tRNAക്ക് എന്ത് കൂടിയുണ്ട്? 2 ഒരു ആൻറ്റികോഡോൺ ലൂപ്പ് ഉണ്ട്. ആ ആൻറ്റികോഡോൺ ലൂപ്പിന് എന്തുണ്ട്? ബേസ് പെയർസ് കോംപ്ലിമെൻ്ററി ടു ദ കോഡോൺ. അതായത് tRNAയുടെ ഒരു സ്ട്രക്ചറാണ് ഇത്. tRNAക്ക് ആൻറ്റികോഡോൺ ലൂപ്പ് ഉണ്ട്. ആ ആൻറ്റികോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത് ഇതിന് ബേസസ് ഉണ്ട്. ആ ബേസസ് കോംപ്ലിമെൻ്ററി ടു ദ കോഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ബേസ് പെയറിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ tRNA കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ അതിന് എന്ത് കൂടിയുണ്ട്? ഒരു അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ് കൂടിയുണ്ട്. tRNAക്ക് ഒരു അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ് കൂടിയുണ്ട്. എന്തിനാണ് അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ്? അമിനോ ആസിഡിന് വന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡിനാണ് അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ് എന്ന് പറയുന്നത്. പിന്നെ tRNA എന്ന് പറയുന്നത് ഈച്ച് അമിനോ ആസിഡ്, ഓരോ അമിനോ ആസിഡിനും tRNA എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അപ്പോൾ ഇനിഷ്യേഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇനിഷ്യേഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് tRNA വേണം. അത് ഇനിഷ്യേറ്റർ RNA എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺസിന് നമ്മൾ പറഞ്ഞു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ tRNA സ്റ്റോപ്പ് കോഡോൺസിന് എന്ത് കൂടിയില്ല? അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് കോഡോൺസിന് tRNAയും ഇല്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് tRNAയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ്. ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണുള്ളത്. ഏതൊക്കെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ ഉള്ളത്?
ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ഓരോ അമിനോ ആസിഡ് tRNAക്ക് അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ് കൂടി ഉണ്ട്. അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസെപ്റ്റർ എൻഡ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഫസ്റ്റ് അമിനോ ആസിഡ് എന്ത് ചെയ്യും, tRNA പോയിട്ട് അമിനോ ആസിഡിനോട് കൂടി ബൈൻഡ് ചെയ്യും. അതിന് ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജിങ് ഓഫ് tRNA ആണ്. ആ ചാർജിങ് ഓഫ് tRNA കൊണ്ട് ഉദ്ദേശിക്കുന്നത് tRNA ബൈൻഡ് ടു അമിനോ ആസിഡ്. tRNA എന്ത് ചെയ്യുന്നു, അമിനോ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതിനെ അമിനോ ആസിഡ് അസൈലേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് തന്നെയാണ് ചാർജിങ് ഓഫ് tRNA എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് ഇനിഷ്യേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. ഈ ഇനിഷ്യേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ റൈബോസോം എൻകൗണ്ടർ സ്റ്റാർട്ട് കോഡോണുമായിട്ട് റൈബോസോം എൻകൗണ്ടർ ചെയ്യുമ്പോൾ, അതായത് സ്റ്റാർട്ട് കോഡോൺ അറിയാം, AUG എന്നുള്ള സ്റ്റാർട്ട് കോഡോൺ, മെഥിയോണിൻ എന്നുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതാണ് ആ സ്റ്റാർട്ട് കോഡോൺ. അതുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്പാണ് ഇനിഷ്യേഷൻ എന്നുള്ള പ്രോസസ്സ്, ഇനിഷ്യേഷൻ എന്നുള്ള സ്റ്റെപ്പ്. നെക്സ്റ്റ് ആണ് ഇലോങ്നേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റൈബോസോം മൂവ്സ് ടുവാർഡ്സ് mRNA ആൻഡ് കറസ്പോണ്ടിങ് അമിനോ ആസിഡ് ജോയിൻഡ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നതാണ് അമിനോ ആസിഡ്. നമ്മുടെ ഇലോങ്നേഷൻ്റെ സമയത്ത് എന്താവും, റൈബോസോം മൂവ്സ് ടു mRNA, റൈബോസോം mRNAയിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് കറസ്പോണ്ടിങ് അമിനോ ആസിഡിനോട് കൂടി ജോയിൻ ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ടെർമിനേഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനും ഒരു കോഡോൺ വേണം, സ്റ്റോപ്പ് ചെയ്യാനും കോഡോൺ വേണം. അപ്പോൾ റൈബോസം എവിടെ എത്തുന്നു, ഇങ്ങനെ mRNAയിലൂടെ മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് എത്തുന്നു, സ്റ്റോപ്പ് കോഡോണിലേക്ക് എത്തുന്നു. ആ സ്റ്റോപ്പ് കോഡോൺ മാത്രം പോരാ, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ പ്രോട്ടീനെയാണ് റിലീസ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ റിലീസ് ഫാക്ടറാണ് ഈ ടെർമിനേഷൻ അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. റിലീസ് ഫാക്ടർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു ട്രാൻസ്ലേഷൻ യൂണിറ്റ് പറയുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ യൂണിറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റൈബോസോമിൻ്റെ കാര്യം പറയാം. അതിനു മുമ്പ് റൈബോസോം പറയാം. റൈബോസോം എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഫാക്ടറി ഫോർ ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ. അമിനോ ആസിഡിനോടുകൂടി ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് മൂവ് ചെയ്യുന്നത് ആരാ, റൈബോസോം. ഇതൊരു സെല്ലുലാർ ഫാക്ടറിയാണ്. അപ്പോൾ ഇതിനൊരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. A സൈറ്റ് പി സൈറ്റ് എന്ന് പറയും. A സൈറ്റ് 2 സൈറ്റ്സ് ഉണ്ട്. ലാർജ് സബ് യൂണിറ്റിന്, സ്മോളർ എന്നല്ല, ലാർജ് സബ് യൂണിറ്റിന് തന്നെ 2 സൈറ്റ് ഉണ്ട്, A സൈറ്റും പി സൈറ്റും. ഈ A സൈറ്റിലാണ് എന്ത് നടക്കുന്നത്, അമിനോ ആസിഡ് അസൈൽ tRNA സൈറ്റ് എന്ന് പറയും. അവിടെ ചാർജ്ഡ് tRNA സ്പെസിഫിക് അമിനോ ആസിഡുമായിട്ട് സ്പെസിഫിക് അമിനോ ആസിഡുമായി ബൈൻഡ് ചെയ്യുന്നത് ഈ ലാർജ് സബ് യൂണിറ്റിലെ A സൈറ്റിൽ വെച്ചാണ്. ഇനി പി സൈറ്റിൽ വെച്ച് എന്താ നടക്കുന്നത്, പി സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് പെപ്റ്റിഡിൽ tRNA ബൈൻഡിങ് സൈറ്റാണ്. അവിടെ വെച്ച് tRNA വിത്ത് ഗ്രോയിൻ പെപ്റ്റൈഡ് ബൈൻഡ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിൽ വെച്ചാണ്, പി സൈറ്റിൽ വെച്ചാണ് അത് നടക്കുന്നത്. ഇനി ട്രാൻസ്ലേഷൻ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ യൂണിറ്റിലുള്ള കാര്യങ്ങൾ, ഇവിടെ ഒരു mRNAയിൽ മീഥൈൽ ഗ്വാനോനിൻ ട്രൈഫോസ്ഫേറ്റ് സൈറ്റ് ഉണ്ടാവും. മീഥൈൽ ഗ്വാനിൻ ട്രൈഫോസ്ഫേറ്റ് സൈറ്റ് ഉണ്ടാവും. പിന്നെ ഒരു അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയും. ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഇവിടെ ഒരു സ്റ്റാർട്ട് കോഡോണിൻ്റെ ആവശ്യമുണ്ട്. ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ട് കോഡോണിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ടെർമിനേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ അവിടെ റിലീസ് ഫാക്ടർ എന്നുള്ള പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർട്ട് കോഡോണിനും സ്റ്റോപ്പ് കോഡോണിനും ഇടയിലുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് നടക്കുള്ളൂ, ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുള്ളൂ.
അപ്പോൾ അതിനിടയിലുള്ള ആ ഭാഗത്ത് മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. അപ്പോൾ ബിഫോർ ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ആഫ്റ്റർ ദ സ്റ്റോപ്പ് കോഡോൺ ദർ ഈസ് നോ ട്രാൻസ്ലേഷൻ നടക്കില്ല. ആ ഒരു ട്രാൻസ്ലേഷൻ നടക്കാത്ത ഒരു റീജിയൻസിനെയാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് UTR എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇത് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.